നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. UDF-ന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലും LDF-ന് വേണ്ടി ഡോക്ടർ സരിനും BJP-ക്ക് വേണ്ടി കൃഷ്ണകുമാറും നേർക്കുനേർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കായിരിക്കും വിജയലക്ഷ്യം? പീപ്പിൾസ് കേരള സർവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സർവേയിൽ പങ്കെടുക്കുന്നത് 200 പേരാണ്. ഇനി പാലക്കാട് മണ്ഡലത്തിലെ അഭിപ്രായങ്ങളിലേക്ക് പോകാം. അപ്പോ നമ്മള് നടത്തിയ സർവേ പക്കയായിരുന്നു എന്ന് 100% എടുത്തു പറയേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട് അല്ലേ അതിനുവേണ്ട. ഈ സർവേ കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ വേണം, നിങ്ങൾ പാലക്കാട് തന്നെ വേണം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വേണം എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കാര്യം വ്യക്തമായ രീതിയിലേക്ക് ഉള്ള സർവേ ആയിരുന്നു ഞങ്ങൾ പുറത്തുവിട്ടത്. കുറെ ആളുകൾ കമന്റ് ചെയ്തത് കോൺഗ്രസ് കേന്ദ്രത്തിൽ പോയി സർവേ അഭിപ്രായം തേടി ഒരു സർവേ ക്രിയേറ്റ് ചെയ്തതാണ്. അതെ, അത്ര രീതിയിലേക്കാണ്. അതായത് ഒരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം, പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വിഷയം, 200 പേരുടെ കയ്യിൽ നിന്ന് അഭിപ്രായം എടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇത് ഞാൻ പല സമയങ്ങളിലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 200 പേരുടെ അഭിപ്രായങ്ങൾ തേടുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. ശരിക്കും നിങ്ങൾ പറയുന്ന പോലെയല്ല. എല്ലാവരും സർവേകൾ പുറത്തുവിടാറുണ്ട്, എക്സിറ്റ് പോളുകൾ പുറത്തുവിടാറുണ്ട്. അത് എല്ലാവരുടെ കയ്യിൽ നിന്ന് എടുത്തതല്ല. അത് ഫസ്റ്റ് മനസ്സിലാക്കണം. കുറച്ചു പേരുടെ അഭിപ്രായങ്ങളിലേക്ക് മാത്രമേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. കാര്യം കുറച്ചു പേരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഒരു ഭൂരിപക്ഷം രേഖപ്പെടുത്തുക. അല്ല, അങ്ങനെയാണല്ലോ സർവേയുടെ ഒരു സാമ്പിൾ എടുക്കുക, ആ സാമ്പിളിൽ നിന്ന് ഒരു അസസ്മെന്റിലേക്ക് എത്തുക എന്നുള്ളതാണ് സർവേയുടെ പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നമ്മളെടുത്ത സർവേയിൽ ആളുകൾ ഡയറക്റ്റ് പറയുന്നത് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്താണല്ലോ. അവരുടെ അവര് ഉപയോഗിക്കുന്ന ഭാഷയും അവരുടെ ശരീരഭാഷയും എന്തുകൊണ്ടൊക്കെ പ്രേക്ഷകന് കാണാൻ കഴിയും. പലപ്പോഴും അതിൽ എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിക്കണം. അതായത് എന്തുകൊണ്ടാണ് നിങ്ങൾ മാറ്റി ചിന്തിക്കാൻ കാരണം, അല്ലെ എന്തുകൊണ്ടാണ് ഇതേ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കാരണം എന്ന് ചോദിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരാളുടെ മുന്നിൽ മൈക്ക് കൊണ്ടുവച്ച്, നിങ്ങൾ ഇപ്പൊ പല ആളുകളൊക്കെ ഈ കമന്റ് ഇടുന്ന ആളുകൾ പോലെയല്ല, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ മൈക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും നിരസിക്കുകയാണ് പതിവ്. കാര്യം അതെ, പലരും മടിക്കും. ധൈര്യസമേതം പറയുന്ന ആളുകളുടെ എണ്ണം കൂടി എന്നുള്ളതാണ്. പലപ്പോഴും എന്നെ പിടിച്ച് ജയിലിലുള്ള മറ്റ് സർവേകളും ഇതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മറ്റ് സർവേകൾ എടുക്കുന്ന സാമ്പിൾ എത്ര, അതിൽ ആരൊക്കെ ഏതൊക്കെ തരത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്ന് എന്തായിരുന്നു അവരുടെ ക്വസ്റ്റ്യന്, ഇതൊന്നും പബ്ലിക് അറിയില്ല. അതെ, അവർ വിലയിരുത്തുന്നത്. പക്ഷെ നമ്മളുടെ സർവേ എപ്പോഴും നിങ്ങൾക്ക് അറിയാൻ പറ്റും. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ്, പല തെരഞ്ഞെടുപ്പിലും ഞാൻ സർവേ നടത്താറുണ്ട്. പലതും ചില സമയങ്ങളൊക്കെ തെറ്റിപ്പോകാറുണ്ട്. എല്ലാ സർവേയും ശരിയാവണമെന്ന് ഞാൻ പറയുന്നില്ല. ചെറിയ ഭൂരിപക്ഷത്തിനൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം. നമ്മൾ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഇതൊരു സാമ്പിൾ മാത്രമാണ്, ജനങ്ങളുടെ ഇടയിലുള്ള അഭിപ്രായം മാത്രമാണ്. ഞങ്ങൾ പറഞ്ഞത് എന്താണ്, വ്യക്തമായ ഭൂരിപക്ഷത്തിൽ സരിനെ പിന്തള്ളും എന്ന് പറയും. പിന്തള്ളി കഴിഞ്ഞു. അതായത് നോർക്കും ബാക്കിലേക്ക് സരിൻ പോകുന്ന അവസ്ഥ വന്നു എന്ന് പറയുന്ന രീതിയിലേക്കാണ് നമ്മൾ പോയത്. അപ്പൊ ആ രീതിയിൽ തന്നെ കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് എത്തും എന്നുള്ള കണ്ടീഷനിലേക്ക് പോയായിരുന്നു. അതേ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 100% വിജയിക്കുമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ. ആ സർവേയുടെ അടിസ്ഥാനത്തിൽ വന്ന കമന്റുകൾ ഒരുപാടാണ്. മൈനസ് കമന്റ് ആളുകളൊക്കെ എനിക്ക് പറയാനുള്ളത്, വലിയ സന്തോഷമുണ്ട് നിങ്ങൾ ആ വീഡിയോ ഏറ്റെടുത്തതിൽ, നിങ്ങൾ ആ സർവേ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ഞാൻ സർവേ പുറത്തുവിടുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കൃത്യമായ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു. നമ്മളിപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം 14,345 അപ്പോ നമ്മൾ പറഞ്ഞൊരു വേറെ വാക്കുണ്ട്, 15,000 മുന്നിൽ ശരിക്കും എന്തുണ്ടാവും. അതിൽ ആ സർവേയിൽ വളരെ ക്ലിയർ ആയിട്ട് അവിടുത്തെ 200 പേരുടെ സർവേയിൽ 100-ലധികം പേരുടെ അനുഭാവം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് അവിടുത്തെ ജനങ്ങളുടെ ഒരു മനോഭാവത്തെ വളരെ സ്പഷ്ടമായി വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമെന്ന് നമ്മൾ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇപ്പം സംഭവിച്ചിട്ടുള്ളത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട് തൃക്കാക്കര സർവേ, അതുപോലെ തന്നെ എന്താണ് പറയാ പുതുപ്പള്ളി സർവേ. ഈ ഒരുപാട് സർവേകൾ നമ്മൾ പുറത്തുവിട്ടതാണ്. പക്ഷെ അതിനൊന്നും വ്യത്യസ്തത ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം മാത്രം വ്യത്യസ്തമായി എന്നുള്ള സത്യം തന്നെയാണ്. ഏത് തൃശ്ശൂർ സർവേ. ഇന്ത്യയിലെ 79 മണ്ഡലങ്ങളിൽ തിരിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് റിപ്പോർട്ട് പുറത്തു വന്നതാണ് അല്ലെ. അതിലൊരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ മണ്ഡലം. കേരളത്തിലെ ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ, അതായത് പോൾ ചെയ്ത വോട്ടുകളും കൗണ്ട് ചെയ്ത വോട്ടുകളും തമ്മിലുള്ള വലിയ അന്തരം ഉണ്ട് എന്ന് ടീസ്റ്റ സെത്തൽവാദ് ഉൾപ്പെടെയുള്ള NGO തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടാണ്. 79 മണ്ഡലങ്ങളിൽ, ഇന്ത്യയിലെ പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ക്രമക്കേട് പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന്. അതിപ്പോഴും നിശബ്ദമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പോൾ ചെയ്ത വോട്ടുകളും കൗണ്ട് ചെയ്ത വോട്ടുകളും തമ്മിലുള്ള അന്തരം ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. അത് ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആ ചോദ്യത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറഞ്ഞില്ല. മറ്റൊന്ന് സർവേ സംബന്ധിച്ച് പറയുമ്പോൾ, നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ടാണ് ഈ സർവേ എടുക്കുക.
തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പ്രചാരണം അവസാനിക്കുന്ന അല്ലെങ്കിൽ പോളിംഗിന്റെ തൊട്ട് മുമ്പത്തെ മണിക്കൂറിൽ പോലും ട്വിസ്റ്റ് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുവിട്ട പ്രചാരണം സർവേയുടെ ഫലത്തിന് അതിനുശേഷമുള്ള ദിവസങ്ങളിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. പക്ഷെ ഇവിടെ അതുണ്ടായിട്ടില്ല. കൃത്യമായ രീതിയിലേക്ക്, അതായത് ഞങ്ങൾ വിലയിരുത്തിയത് ഒന്ന് പെട്ടി വിവാദം വലിയ രീതിയിലേക്ക് ഇടതുപക്ഷത്തെ ബാധിച്ചു. രണ്ടാമത് കോൺഗ്രസിൽ നിന്ന് മാറിയിട്ടാണ് ഡോക്ടർ സരീൻ ശരിക്കും സ്ഥാനാർത്ഥിയായത്. അത് കോൺഗ്രസിലെ വോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാര്യം സരീൻ ഒരു ചതിയനാണ് എന്നുള്ള പിക്ചറിലേക്ക് പോയി. മൂന്നാമത്തത് കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് BJPയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങൾ BJP തന്നെയുണ്ട്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് നമ്മുടെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. എനിക്ക് തോന്നുന്നു നമ്മുടെ സർവേ ഫലം പുറത്തുവിട്ടതിന് ശേഷമാണ് സന്ദീപ് വാര്യർ വന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്വിസ്റ്റ് ഒരുപക്ഷെ പക്ഷെ ആ ട്വിസ്റ്റ് പോലും ഇപ്പോൾ UDF അനുകൂലമായിട്ടാണ് ഇവിടെ കാണുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഏത് ഭാഗത്തു നിന്ന് കുറവ് വരുന്നു, അത് ഏത് ഭാഗത്തേക്കൊക്കെ പോകും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്കുകൂട്ടൽ എത്തുക എന്ന് പറയുന്നത് പ്രയാസകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ ഇവിടെ അതിൽ ക്ലിയറായി നേരത്തെ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് 14,000-ലധികം ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഭൂരിപക്ഷം തന്നെയാണ്. പ്രത്യേകിച്ചും ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇവിടെ സരിനെ സംബന്ധിച്ചിടത്തോളം LDFന് കിട്ടുന്ന പരമ്പരാഗത വോട്ടുകൾ പോലും നഷ്ടപ്പെടുത്തുന്ന തരത്തിലായി പോയി കയറി വന്ന ഒരാൾക്ക് പെട്ടെന്ന് സീറ്റ് കൊടുക്കാനുണ്ടായ ആ ഒരു തീരുമാനം LDFന് തിരിച്ചടിയായി എന്ന് വേണം കരുതാൻ. മറ്റൊന്ന്, സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ആത്മവിശ്വാസത്തിന് BJP എപ്പോഴും ഓപ്പറേഷൻ ലോട്ടസിലൂടെ ആളുകൾ പിടിക്കുന്ന പാർട്ടിയാണ്. ഇതേ ഒരു തിരിച്ചടി ഓപ്പറേഷൻ ഹസ്ത എന്ന് പേരിടാൻ പറ്റുന്ന തരത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നൊക്കെയാണ് പലരും അവകാശപ്പെടുന്നത്. അത്തരത്തിൽ സരിനെ കോൺഗ്രസ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് ഒപ്പം കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് വലിയൊരു തിരിച്ചടി മാനസികമായി ആർക്കുണ്ടാക്കിയിട്ടുണ്ട്, BJPക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എത്രമാത്രം വോട്ടായി എന്നുള്ളതല്ല, പക്ഷെ ആ രീതിയിലുള്ള അവരുടെ മുന്നേറ്റത്തിന് വലിയ തടസ്സം ഉണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഫാക്ടർ വലിയ തോതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായും വോട്ടുകൾ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ശരിക്കും ഇത്തരം രീതിയിലേക്കുള്ള കണക്കുകളെല്ലാം പുറത്തു വരേണ്ടത് അല്ലേ? എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ തഴഞ്ഞു എന്ന്? ശോഭാ സുരേന്ദ്രൻ നല്ലൊരു ഫൈറ്ററാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം എവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചാലും അവിടെയൊക്കെ ശക്തമായി പോരാടുകയും അവിടെ അവരുടെ വോട്ട് നില ഉയർത്തുകയും ചെയ്തുകൊണ്ടില്ല. ആദ്യഘട്ടത്തിൽ പാലക്കാട്ട് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ്. പിന്നീട് അത് മിക്കവാറും നമുക്ക് അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്. മിക്കവാറും അടുത്ത തവണ ഒരു കോൺഗ്രസ് BJPയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പോകുന്നത് ശോഭാ സുരേന്ദ്രനാവും എന്ന് മിക്കവാറും കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യം. അങ്ങനെ പോലും ചിന്തിക്കേണ്ട സ്ഥിതി. പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ജനങ്ങളോട് പറയാനുള്ളത്, സർവേ ഏറ്റെടുത്ത എല്ലാവർക്കും വലിയ രീതിയിലേക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ മൈനസ് കമന്റുകൾ വല്ലാത്ത രീതിയിലേക്ക് എന്നെ അധിക്ഷേപിച്ചൊക്കെ മൈനസ് കമന്റുകൾ ഇട്ട ആളുകളൊക്കെ എനിക്ക് വലിയ രീതിയിലേക്ക് നന്ദിയുണ്ട്. കാര്യം ഇത് നമുക്ക് വീണ്ടും വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു ഇതുപോലുള്ള സർവേ നടത്താനുള്ള വലിയ പ്രചോദനം തന്നെയാണ്. അപ്പോൾ ഒരുപാട് സർവേകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഒരേ സമയം 100 കണക്കിന് ആളുകൾ വെച്ച് സർവേ നടത്തുന്ന ഒരേ ഒരു ചാനൽ പീപ്പിൾ വോയിസ് കേരള തന്നെയാണ്, നമ്മൾ തന്നെയാണെന്നുള്ളത്. അതായത് ജനങ്ങൾ പലപ്പോഴും പല ചാനലുകളൊക്കെ സർവേകൾ പുറത്തുവിടാറുണ്ട്. പക്ഷേ ആ സർവേകളുടെ എണ്ണം എന്താണ്, അവർ പറയുന്നത് എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാറില്ല. ഞാൻ നേരിട്ടാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമം. അപ്പോ 100% ജനങ്ങൾ എന്തു പറയുന്നു, സാധാരണക്കാരനായ ജനങ്ങൾ എന്തു പറയുന്നു, സാധാരണക്കാരനായ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാതെ കുറെ സർവേകൾ വാരിക്കൂട്ടി ഇന്നതാണ് ജയിക്കുക എന്ന് സൈലന്റ് ആയിട്ട് പറയുന്ന രീതിയല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. 100% ഇത്തരം സർവേകൾ തെറി പറഞ്ഞവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും വലിയ രീതിയിലേക്ക് നന്ദി. സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, അവരെടുത്തു പറയാതിരിക്കുകയല്ല. സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പേർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം 15,000 കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ സർവേ ശരിയാണ് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനങ്ങൾ ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദി.